ലാബ് 18 ഫങ്ഷൻസ്. ഇതിൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലാബാണ്. ഒരു മീഡിയം അത്ര, കാരണം അടുത്ത കുറച്ചും കൂടെ ഇൻവേർട്ടിബിൾ ഫങ്ഷൻസ് കുറച്ചും കൂടെ ടൈറ്റാണ്. അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫങ്ഷൻസ് ബെറ്ററാണ്. ഓക്കെ, നമുക്കറിയാവുന്ന ബേസിക് ആയിട്ടുള്ള 1, 1, 1, 2 ഫങ്ഷൻസ്, ഡൊമൈൻ, റേഞ്ച്, അതൊക്കെ ഉള്ളൂ. ഇതിൽ കോമ്പോസിഷൻ ഇല്ല കേട്ടോ. നിങ്ങളുടെ ലാബ് 18 മാനുവൽ നോക്കിക്കഴിഞ്ഞാൽ കോമ്പോസിഷൻ കാണാം. പക്ഷേ 18.1, 18.2, 18.3 ഈ 3 ആക്ടിവിറ്റികളേ ഉള്ളൂ. അപ്പോൾ 1, 1, 1, 2 ഫംഗ്ഷൻ അതിൻ്റെ ഡൊമൈനും കോഡൊമൈനും റെസ്ട്രിക്റ്റ് ചെയ്ത് ബൈജക്ഷൻ എങ്ങനെ ആക്കാം. ഓക്കെ, അപ്പോൾ ആ കൺസെപ്റ്റുകളൊക്കെ പറയുന്നത്. കോമ്പോസിഷൻ ഇല്ല, ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് ആക്ടിവിറ്റിയിലേക്ക് പോവാം. ഫസ്റ്റ് ആക്ടിവിറ്റിയിൽ തന്നെ എന്താണ്, എങ്ങനെയാണ് 1, 1 ഫംഗ്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക, 1, 2 ഫംഗ്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക. നമ്മളൊരു ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൊസീജിയർ ഫോളോ ചെയ്യാം. അതിനെയാണ് ഫസ്റ്റ് വേണ്ടത്. ഒരു ഗ്രാഫിന് f(x=x² എന്ന് പറഞ്ഞ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടൊരു പോയിന്റ് പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ലൈൻ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് y ആക്സിന്. അപ്പോൾ ഇതൊക്കെ ഫോളോ ചെയ്യാം, ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. അപ്പോൾ എളുപ്പമുള്ളൊക്കെ ആദ്യം ഫസ്റ്റ് x² എന്ന ഗ്രാഫ് അല്ലേ, f(x) അല്ലെങ്കിൽ y ടൈപ്പ് ചെയ്യണമെന്നില്ല, ജസ്റ്റ് x² എന്ന് കൊടുത്താൽ മതി. ഓക്കെ, പക്ഷേ ഒരു പ്രത്യേകം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ല, f(x)x² മതി. സ്ലൈഡർ എ ക്രിയേറ്റ് ചെയ്യാൻ, സ്ലൈഡറിന് വേറെ ഡിമാൻഡുകളൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഒരു സ്ലൈഡർ ടൂളിൽ പോകുന്നു, ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരും. പിന്നെ ഒന്നിനെ പറ്റിയും കണ്ടീഷൻ ഇൻക്രിമെൻറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ജസ്റ്റ് സ്ലൈഡർ ക്രിയേറ്റ് ചെയ്ത് അവിടെ വെച്ചു. പിന്നെ ഒരു കാര്യം കൂടെ അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്ലോട്ട് പോയിന്റ് 0a. ശ്രദ്ധിക്കുക കേട്ടോ, ഈ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലൈഡറിൻ്റെ പേരാണ്. അപ്പോൾ സ്മോൾ ലെറ്റർ എ തന്നെ ആവാൻ ശ്രദ്ധിക്കുക. ഇനി 0a എന്ന പോയിന്റ് എങ്ങനെ പ്ലോട്ട് ചെയ്യുക? ഇൻപുട്ടിൽ വരിക, ബ്രാക്കറ്റ് ഇടുക, 0,a, എൻ്റർ കൊടുക്കുക. അതും ചെയ്തു. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നതിനുള്ള കാര്യം, നമ്മൾ എ മാറ്റുന്നതനുസരിച്ച് പോയിന്റ് മൂവ് ചെയ്യും. അതിനാണ് സ്ലൈഡർ. ഓക്കെ, കണ്ടോ? അല്ലാതെ വെറുതെ 0,1, 0,2 കണ്ടോ, 0a എന്ന് കൊടുത്താൽ മാത്രമേ അങ്ങനെ വരുള്ളൂ കേട്ടോ. കാരണം സ്ലൈഡറുമായി കണക്ട് ചെയ്തിട്ടാണ് പോയിന്റ്. ഇനി ഡ്രോ എ ലൈൻ ത്രൂ ദ പോയിന്റ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ y ആക്സിസ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കാം, നമ്മൾ ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന y ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ വരയ്ക്കണം. അതായത് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുമ്പോൾ എപ്പോഴും ഒരു ചോദ്യമുണ്ട്. അപ്പോൾ നമ്മൾ സർക്കിൾ വരയ്ക്കുമ്പോൾ 2 ചോദ്യങ്ങളുണ്ട് അവിടെ. എന്താണ് സെൻറ്റർ, എന്താണ് റേഡിയസ്, മെയിനായിട്ട് നമ്മൾ ചോദിക്കാറുള്ളത്. അതേപോലെ തന്നെ പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുമ്പോൾ ഏത് പോയിൻറ്റൂടെ പാസ് ചെയ്യണം, ഏത് ലൈനിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. ആ 2 ചോദ്യത്തിനുള്ള ഉത്തരം അവർ പറഞ്ഞിട്ടുണ്ട്. y ആക്സിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം, എ എന്ന പോയിൻറ്റിലൂടെ അല്ലെങ്കിൽ ഈ പോയിൻറ്റിലൂടെ പാസ് ചെയ്യണം. അപ്പോൾ നമ്മൾ പെർപെൻഡിക്കുലർ ലൈൻ ടൂൾ എടുക്കുക. പെർപെൻഡിക്കുലർ ലൈൻ എന്നേ ഉള്ളൂ, ബൈസെക്ടർ ഒന്നുമല്ല. അപ്പോൾ എക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കണം, അല്ല എയിലൂടെ പാസ് ചെയ്യണം. അപ്പോൾ എ ക്ലിക്ക് ചെയ്തു. മറ്റേ ലൈൻ ക്ലിക്ക് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ, y ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. y ആക്സിസ് ക്ലിക്ക് ചെയ്തു. ഓക്കെ, വന്നു. അത്രയേ ഉള്ളൂ ആ സ്റ്റെപ്പ്. ഇനി എന്താ അവർ പറഞ്ഞിരിക്കുന്നത്? ഇനി if for any value a the line meets the graph of a function at more than one point, can we say whether the function 1 to 1 or not? Why? ഓക്കെ, ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ജിയോജിബ്ര വെച്ചിട്ടല്ല നിങ്ങൾ പറയേണ്ടത്. ജനറൽ ആയിട്ടുള്ള ഒരു വൈവ ക്വസ്റ്റ്യൻ പോലെ കരുതിയാൽ മതി. അപ്പോൾ അല്ല, ജിയോജിബ്ര വെച്ച് പറഞ്ഞാൽ ഏത് എ വാല്യൂ. അപ്പോൾ ശരിക്കും പിക്ചർ വെച്ചിട്ട് തന്നെയാണ് നിങ്ങളുടെ ഏത് എ വാല്യൂനും, സോറി ഈ ജിയോജിബ്ര വേണം കേട്ടോ, ഏത് എ വാല്യൂനും. ഓക്കെ, നിങ്ങളിപ്പോൾ വരച്ച ലൈൻ ഉണ്ടല്ലോ, ഒന്നിൽ കൂടുതൽ, ഈ ക്വസ്റ്റ്യനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഏതെങ്കിലും ഒരു വാല്യൂവിന് മതി ശരിക്കും. ഓക്കെ, 1 ആവാനുള്ള കണ്ടീഷനാണ്. ക്വസ്റ്റ്യൻ എന്താണ്? നിങ്ങളുടെ ഈ ലൈന് ഒന്നിൽ കൂടുതൽ തവണ ഗ്രാഫിൽ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 1 ആവുമോ 1 ആവും? നിങ്ങൾ എവിടെയെങ്കിലും ഈ എ വാല്യൂ ഇങ്ങനെ നീക്കി കൊടുക്കുക. ഇപ്പോൾ എ ഞാൻ 2.1 വെച്ചു, ഗ്രാഫ് 2 തവണ മീറ്റ് ചെയ്യുന്നില്ലേ, മോർ ദാൻ 1 പോയിൻറ്റ്സ് മീറ്റ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ തന്നെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം അത് 1 അല്ല, ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റാണത്. കൺസെപ്റ്റ് ഇതാണ്, നിങ്ങളിങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ, y ആക്സിസിന് പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ x ആക്സിന് പാരലൽ ആയിട്ടുള്ള ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ ഏതെങ്കിലും പൊസിഷനിൽ, ഇപ്പോൾ 2.1 വെച്ച് ഞാൻ നോക്കിയില്ലേ, 3.6 2 തവണ മീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരെണ്ണം മതി, ഏതെങ്കിലും പൊസിഷനിൽ 2 തവണ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് 1 ആവില്ല. എല്ലായ്പ്പോഴും 2 തവണ മീറ്റ് ചെയ്യണമെന്നില്ല കേട്ടോ, ഏതെങ്കിലും ഒരു വാല്യൂ മതി. അപ്പോൾ ആൻസർ 1 ആവില്ല എന്നാണ്. ഫോർ എനി വാല്യൂ ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കൊരു കോംപ്ലിക്കേഷൻ ഉണ്ട്. എന്നാലും ഒന്നിൽ കൂടുതൽ തവണ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 1 ആവില്ല എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി.
വൺ വൺ ആവില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വരയ്ക്കുന്ന ലൈൻ 1 0 തവണ മാത്രമേ മീറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അങ്ങനത്തെ ഗ്രാഫുകൾ എക്സ് ക്യൂബൊക്കെ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ശരി, ഇനി എല്ലാ വാല്യൂസിനും ഇതേ ടെസ്റ്റ് തന്നെ നമുക്ക് ഓൺ ടുവിന് യൂസ് ചെയ്യാം. എല്ലാ എ വാല്യൂസിനും ലൈൻ മീറ്റ്സ് ദ ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ അറ്റ്ലീസ്റ്റ് 1 പോയിൻറ്റ്. ഈ ലൈൻ ഉണ്ടല്ലോ, എല്ലാ എ വാല്യൂസിനും ഒരു തവണയെങ്കിലും മീറ്റ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഗ്രാഫിന് ഇപ്പോൾ ഇവിടെ 2 തവണ മീറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ എ വാല്യൂ കുറച്ചും കൂടി ചെറുതാക്കി. ഇപ്പോഴും 2 തവണ മീറ്റ് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും 2 തവണ മീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ എവിടെ വയ്ക്കുമ്പോഴും ഒരു തവണയെങ്കിലും മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് അത് ഓൺ ടു ആണെന്നാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ താഴേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ഒരു തവണ പോലും മീറ്റ് ചെയ്യുന്നില്ല. ഇങ്ങനെ ഒരു തവണ പോലും മീറ്റ് ചെയ്യുന്നില്ല എങ്കിൽ, ഒരു തവണ പോലും മീറ്റ് ചെയ്യാത്ത രീതിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കാൻ പറ്റുമെങ്കിൽ അതിൻ്റെ മീനിങ് അത് ഓൺ ടു അല്ല എന്നാണ്. പ്രീമേജ് ഇല്ലാതാണ്. അവിടെ എത്തുമ്പോൾ പ്രീമേജ് ഇല്ല. നെഗറ്റീവ് വാല്യൂസിന് എക്സ് സ്ക്വയർ ഓൺ ടു അല്ലാത്തതിൻ്റെ റീസൺ നെഗറ്റീവ് വാല്യൂസിനൊന്നും പ്രീമേജ് ഇല്ല. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ്. അപ്പോൾ ഒരു തവണ പോലും മീറ്റ് ചെയ്യാത്ത രീതിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒറിജിനൽ ലൈൻ വരയ്ക്കാൻ കഴിയുമെങ്കിൽ അതിൻ്റെ മീനിങ് അത് ഓൺ ടു അല്ല എന്നാണ്. ഓക്കെ, ഒന്നിൽ കൂടുതൽ തവണ മീറ്റ് ചെയ്യുന്ന കേസ് വന്നാലോ അതിൻ്റെ മീനിങ് അത് 1 1 അല്ല എന്നാണ്. ഇൻ ഷോർട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, ഈ എക്സ് സ്ക്വയർ എന്ന ഫംഗ്ഷൻ 1 1 അല്ല, ഓൺ ടു അല്ല. ഓക്കെ, 1 1 ഓൺ ടു ടെസ്റ്റ് ചെയ്യാനുള്ള ഒറിജിനൽ ലൈൻ ടെസ്റ്റ് ആണത്. അപ്പോൾ വൈവയ്ക്ക് ചോദിക്കാം എന്താണ് ഒറിജിനൽ ലൈൻ ടെസ്റ്റ് എന്നുള്ള ചോദ്യമൊക്കെ വരാം. അപ്പോൾ മനസ്സിലാക്കി വയ്ക്കുക, ഒന്നിൽ കൂടുതൽ തവണ മീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ 1 1 ആവില്ല. ഒരു തവണയും മീറ്റ് ചെയ്യാത്ത ഒരു ലൈൻ നിങ്ങൾക്ക് വരയ്ക്കാൻ കഴിയുമെങ്കിൽ അത് ഓൺ ടു ആവില്ല. അപ്പോൾ ഈ ആപ്ലെറ്റ് യൂസ് ചെയ്തിട്ട് ശരിക്കും ഇത് നമ്മൾ ജസ്റ്റ് ചിത്രം കണ്ടിട്ട് നീക്കി നോക്കാനൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഈ ആപ്ലെറ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങളിപ്പോൾ വരച്ച ഫംഗ്ഷൻ 1 1 ആണോ ഓൺ ടു ആണോ എന്ന ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ആപ്ലെറ്റ് വെച്ചിട്ട് നമ്മൾ എ എങ്ങനെ മൂവ് ചെയ്ത് നോക്കി. അപ്പോൾ എ മൂവ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചിട്ട് താഴെ വരുമ്പോൾ ഒരു തവണയും മീറ്റ് ചെയ്യുന്നില്ല, വിച്ച് മീൻസ് ഓൺ ടു അല്ല. മേലേക്ക് നോക്കിയപ്പോൾ 2 തവണ ഒന്നിൽ കൂടുതൽ തവണ മീറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്, സോ 1 1 അല്ല. അപ്പോൾ ആപ്ലെറ്റ് വെച്ചിട്ട് നമുക്ക് ക്ലിയർ ആക്കി മനസ്സിലാക്കാവുന്നേ ഉള്ളൂ 1 1 അല്ല, ഓൺ ടു അല്ല. ഇത്രയേ ഉള്ളൂ ഐ തിങ്ക് ഫസ്റ്റ് ആക്ടിവിറ്റി. അല്ല അതെ, ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഈ ഐഡിയാസ് മൈൻഡിൽ വെച്ചിട്ട് വൺ ക്യാൻ സേ വെദർ എ ഫംഗ്ഷൻ ഈസ് 1 to 1 ഓർ ഓൺ ടു ബൈ ഒബ്സർവിങ് ഇറ്റ്സ് ഗ്രാഫ് ഈവൻ വിത്ത്. ഈ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കാതെ തന്നെ നമുക്ക് പറയാൻ കഴിയുമോ ഇല്ലേ എന്ന്. ഓക്കെ, പറ്റുമോ? ഈ ഐഡിയാസ് മതി. അപ്പോൾ ജസ്റ്റ് ഗ്രാഫ് ഒബ്സർവ് ചെയ്തിട്ട് തന്നെ ലൈൻ വരയ്ക്കാതെ തന്നെ ഗ്രാഫ് ജസ്റ്റ് ഇപ്പോൾ ഞാൻ ഈ സ്ലൈഡർ ഒന്ന് ഹൈഡ് ചെയ്ത് നിർത്താം. ലൈൻ ഹൈഡ് ചെയ്യാൻ പറ്റുമോ കേട്ടോ, നമ്പറെ ഹൈഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, ഈ ലൈൻ ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് പറയാൻ കഴിയും. പറയാം, ജസ്റ്റ് നിങ്ങളോട് അങ്ങനെയൊന്നും ക്വസ്റ്റ്യൻ ചോദിക്കില്ല. എന്നാലും ഇപ്പോൾ നമ്മൾ പറയാൻ കഴിയും ഏതെങ്കിലും ഒരു പോയിന്റിൽ 2 സൈഡിലും ഗ്രാഫ് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു പോയിൻ്റ് 2 സൈഡിലും ഗ്രാഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ 1 1 അല്ല. ഏതെങ്കിലും ഒരു പോയിന്റ് വൈ ആക്സിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ വരുമ്പോൾ 2 സൈഡിലും ഗ്രാഫ് ഇല്ല എന്നുണ്ടെങ്കിൽ ഓൺ ടു ആവില്ല, അങ്ങനെയൊക്കെ പറയാം. ഓക്കെ, ജസ്റ്റ് ഇതിൻ്റെ ഫർദർ ആക്ടിവിറ്റീസ് ഉണ്ട്. ആക്ടിവിറ്റി 18.1 ഇത്രയേ ഉള്ളൂ, സിമ്പിളല്ലേ. ഇത് നമ്മളവിടെ 18.1 സേവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തത് നമുക്ക് ഈ ഒരു ആപ്ലിറ്റി യൂസ് ചെയ്തിട്ട് തന്നെ 1 1 ഓൺ ടു ഡൊമൈനോ റേഞ്ചൊക്കെ കണ്ടുപിടിക്കുക. അതുപോലെ 1 1 ഓൺ ടു അല്ല എന്നുണ്ടെങ്കിൽ അതെങ്ങനെ ആക്കുക. നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ സൈൻ ഫംഗ്ഷൻ 1 1 അല്ല, ഓൺ ടു അല്ല. അപ്പോൾ അത് 1 1 ഓൺ ടു ആക്കാൻ ഡൊമൈന് വെട്ടിച്ചെറുതാക്കുന്ന പരിപാടിയൊക്കെ, അപ്പോൾ അതൊക്കെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നമ്മളോട് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഈ ഗ്രാഫുകൾ വരയ്ക്കാൻ. ഓക്കെ, ആറിലേക്കാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് 1 1 ആണോ ഓൺ ടു ആണോ എന്ന് നമ്മൾ ഗ്രാഫ് നോക്കിയിട്ട് മനസ്സിലാക്കണം. പിന്നെ റേഞ്ചും പറഞ്ഞു കൊടുക്കണം. റേഞ്ച് മാത്രമേ പറഞ്ഞു കൊടുക്കുന്നുള്ളൂ കേട്ടോ, ഡൊമൈൻ പറഞ്ഞു കൊടുക്കണമെന്നില്ല. കാരണം ഡൊമൈൻ എല്ലാത്തിൻ്റെയും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പോളിനോമിയൽ ഫംഗ്ഷൻ ആണെങ്കിൽ ഡൊമൈൻ 6 ആയിരിക്കും. ഫസ്റ്റത്തെ 2 പോളിനോമിയലാണ്. പിന്നെ സൈനിൻ്റെതും അതെ, റിയൽ നമ്പേഴ്സ് എല്ലാം ആണ്. നമുക്ക് ഓൺ ടു ആണ്, റേഞ്ചാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ഓൺ ടുവിൻ്റെയും റേഞ്ചിൻ്റെയും എന്തൊരു കണക്ഷൻ ഉണ്ട്, അതാണ് ഈ സെക്ഷനിൽ പറയാൻ പോകുന്നത്. നമുക്ക് ഈ ഫംഗ്ഷൻസൊക്കെ ഒന്ന് വരച്ച് നോക്കാം. ഗ്രാഫ് ഒബ്സർവ് ചെയ്തിട്ട് പറഞ്ഞ് ശ്രദ്ധിക്കുക, ഗ്രാഫ് ഒബ്സർവ് ചെയ്തിട്ട് നമുക്ക് 1 1 ആണോ ഓൺ ടു ആണെന്ന് പറയാൻ കഴിയണം. നമുക്ക് ഓരോന്നായിട്ട് വരയ്ക്കാം. ഫസ്റ്റത്തെ x² + 2 ആണ്. ജസ്റ്റ് x² + 2 എൻ്റർ കൊടുത്തു. അതെ, ഗ്രാഫ് വന്നിട്ടുണ്ട്. വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ പറഞ്ഞു നോക്കാം. ഇതിൻ്റെ 1 1 ആണോ ഓൺ ടു ആണോ നിങ്ങൾ ആലോചിച്ച് നോക്കാം. ഇനി ലൈൻ ഇമാജിൻ ചെയ്യണമെങ്കിൽ ഇമാജിൻ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അല്ല, നമുക്ക് ഇത് കണ്ടോ, ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ 5ൻ്റെ ഇപ്പുറത്തും ഉണ്ട് ഗ്രാഫ്,
ഇടത് ഭാഗത്തുണ്ട് വലത് ഭാഗത്തുണ്ട്. എന്ത് കൺക്ലൂഡ് ചെയ്യാം? 1 1 അല്ല. അതായത് 5 രണ്ട് പേർക്ക് ഇമേജായി വരുന്നു എന്നാണ് മീനിങ്. അതുകൊണ്ടാണ് 1 1 ഇമേജസ് റിപ്പീറ്റ് ചെയ്യുക. രണ്ട് പേർക്ക് ഒരേ ഇമേജ് വരുമ്പോഴാണ് 1 1 ആവാതിരിക്കുന്നത് പഠിച്ചിട്ടില്ലേ? അപ്പോൾ 1 1 അല്ല. നിങ്ങൾ ലൈൻ വരച്ചിട്ട് ഇമാജിൻ ചെയ്തോ, ലൈൻ വരച്ചിട്ട് മേലേക്ക് താഴത്തേക്ക് ഇങ്ങനെ മൂവ് ചെയ്യണമായിട്ട് ഇമാജിൻ ചെയ്തോ, അപ്പോഴും 1 1 അല്ല. ഇനി ഓൺ ടു ആണോ? ഓൺ ടു അല്ല. കാരണം എന്താ? താഴെ ഒരു ലൈൻ വരച്ചാൽ അത് എവിടെയും ഗ്രാഫിൽ എവിടെയും തട്ടില്ല. ഇനി പോട്ടെ, താഴെയുള്ളവർക്കൊന്നും ഇമേജ് ഇല്ല, താഴെയുള്ളവരുടെ അപ്പുറത്തപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്രാഫ് കാണാനേ കഴിയില്ല. ഓക്കെ, അപ്പോൾ 1 1 അല്ല, ഓൺ ടു അല്ല. ഇനി റേഞ്ചിനെ പറ്റിയിട്ടാണ്. റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നമ്മളോട് ചോദിച്ച ചോദ്യം 1 to 1 ആണോ? നോ. ഓൺ ടു ആണോ? നോ. റേഞ്ചാണ്. റേഞ്ച് നമ്മൾ സെക്കൻഡ് ഓർ തേർഡ് ലാബിലേറ്റ് ഡൊമൈൻ റേഞ്ച് കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി പറഞ്ഞിട്ടുണ്ട്. വൈ ആക്സിസ് നോക്കിയിട്ട് നമുക്ക് റേഞ്ച് ഐഡൻറ്റിഫൈ ചെയ്യാം. വൈ ആക്സിസിൽ എത്രത്തോളം ഗ്രാഫ് ഉണ്ടോ അതാണ് റേഞ്ച്. ഓക്കെ, വൈ ആക്സിസിൻ്റെ എവിടെ നിന്ന് എങ്ങോട്ടാണ് ഗ്രാഫ് ഉള്ളത്? 2ൻ്റെ അങ്ങോട്ട് മേലേക്കാണ്. സോ ഡൊമൈൻ റേഞ്ച് എന്തായിരിക്കും? റേഞ്ച് ക്ലോസ്ഡ് ഇൻ്റർവൽ ടു ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ, അങ്ങനെ പറയുമ്പോൾ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും. ക്ലോസ്ഡ് ഇൻ്റർവൽ ടു ഇൻഫിനിറ്റി ആണ് ഇതിൻ്റെ റേഞ്ച്. കാരണം വൈ ആക്സിസിൽ 2 മുതൽ അങ്ങോട്ട് മേലേക്കാണ്. അടുത്തത് x³ - 3x² + 3. ഞാൻ ടൈപ്പ് ചെയ്യുന്നൊന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് ഡയറക്റ്റായിട്ട് പോവാം. ഓക്കെ, ടൈപ്പ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഗ്രാഫ് ഇവിടെ വന്നിട്ടുണ്ട്. ആദ്യത്തെ ഗ്രാഫ് ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ, എൻട്രി കൊടുത്തു. അതെ, കറക്റ്റായിട്ട് ഗ്രാഫ് വന്നിട്ട് ഫസ്റ്റത്തെ ഗ്രാഫ് ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഓക്കെ, പുതിയ ഗ്രാഫ് ഇതാണ്. പറഞ്ഞോ, 1 1 ആവോ ഓൺ ടു ആവോ റേഞ്ച് എന്താണ്? 1 1 ആവോ ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും അവന് ചാൻസ് ഒക്കെ ഉണ്ടല്ലോ തോന്നുന്നുണ്ടാവും. ഇല്ല, കാരണം ചിലർക്ക് ഇവിടെയൊക്കെ ഒറ്റ നല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞിരുന്നു, ഓരോടത്തെങ്കിലും ഒന്നിൽ കൂടുതൽ തവണ വാല്യൂസ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ തവണ ലൈന് മീറ്റ് ചെയ്യുമെന്ന് ആലോചിച്ചാൽ മതി. ലൈൻ ഉണ്ടെന്ന് ഇരുത്താം. ഇവിടെ നോക്കി നോക്ക്, നിങ്ങൾ ഇവിടെ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ആ ലൈന് ഇവിടെ തട്ടും, ഇവിടെയും തട്ടും, ഇവിടെയും തട്ടും, 3 തവണ ടച്ച് ചെയ്യും. അങ്ങനത്തെ ഒരു ലൈനെങ്കിലും മതി. സോ 1 1 അല്ല. നോക്ക്, ഇവിടെ 2 എന്ന് പറഞ്ഞ പോയിന്റ് നിങ്ങൾ കൺസിഡർ ചെയ്ത് നിർത്താം. 2ൻ്റെ ഇടത് ഭാഗത്തും ഉണ്ട്, വലത് ഭാഗത്തും ഉണ്ട്, പിന്നെ അപ്പുറത്ത് ഒന്നും കൂടെ ഉണ്ട്. അപ്പോൾ 3 തവണ 3 പേർക്ക് 2 ഇമേജായി വരുന്നു എന്നാണ് മീനിങ്. 1 1 അല്ല. ഓൺ ടുവിൻ്റെ കേസ് ഓൺ ടു ആണോ? നിങ്ങളൊരു ലൈൻ വരച്ചു നിർത്താം. എവിടെയെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും വൈ വാല്യൂവിന് ഇമേജ് ഇല്ലാത്ത കേസ് ഉണ്ടോ? നിങ്ങൾ എത്ര നോക്കിയാലും നോക്കി നോക്കുക, ആ ഗ്രാഫും താഴെ നിന്ന് അങ്ങോട്ട് മേലെ വരുന്നുണ്ട്. എവിടെ ഒരു വൈ വാല്യൂ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ലെഫ്റ്റിലോ റൈറ്റിലോ ആയിട്ട് ഒരു ഇമേജെങ്കിലും കാണും, അല്ലെങ്കിൽ അത് ഇമേജായി വരുന്ന ഒരു പോയിന്റിലെങ്കിലും കാണും. ഓൺ ടു ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരു വഴിയും കൂടെ ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ റേഞ്ച് നോക്കിയാൽ മതി. വൈ ആക്സിസിൽ മൊത്തം ഗ്രാഫ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, വൈ ആക്സിസിൽ മൊത്തം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റേഞ്ച് കോഡൊമൈൻ മൊത്തം കവർ ചെയ്യാന്നാണ് മീനിങ്. വൈ ആക്സിസിൽ മൊത്തം ഗ്രാഫ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് ഓൺ ടു ആണെന്ന്. ഓക്കെ, ഇതിൻ്റെ റേഞ്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ റേഞ്ച് എന്താ വരിക? വൈ ആക്സിസിൻ്റെ ഏറ്റവും കുറഞ്ഞ വാല്യൂ ഏതാ വൈ ആക്സിസിലുള്ളത്? താഴെ വരെ അല്ലേടാ, -∞ അല്ലേ? കൂടിയതോ മേലെ വരല്ലേ, +∞ അല്ലേ? ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ -∞ ടു +∞. ഇൻ ഷോർട്ട് ഇതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ റിയൽ നമ്പേഴ്സ് മൊത്തം വരും. ഓക്കെ, ആൻസർ എന്താണ്? 1 1 ആണോ? അല്ല. ഓൺ ടു ആണോ? യെസ്, ഓൺ ടു ആണ്. ഓക്കെ, എല്ലാവർക്കും പ്രീ ഇമേജ് എന്നൊക്കെ പറയാം. ഓൺ ടു ആണ്. റേഞ്ച് എന്താണ്? റിയൽ നമ്പേഴ്സ് എല്ലാവരും. ഇനി 3 sin x ശ്രദ്ധിക്കുക, 3 × sin x ആണ്. അപ്പോൾ ശ്രദ്ധിച്ച് ടൈപ്പ് ചെയ്യുക. ബ്രാക്കറ്റ് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല, കാരണം sin of 3x ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈൻ കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിലാണ് 3x ഉണ്ട്. 3 sin x ആയതുകൊണ്ട് കുഴപ്പമില്ല. എൻ്റർ കൊടുക്കാം. ഓക്കെ, എൻ്റർ കൊടുത്താൽ അങ്ങനെയൊക്കെ വരുന്നത്, കാരണം നമ്മൾ സൂം ഔട്ട് ചെയ്തിട്ട് വെച്ചിരിക്കുക. ഫോക്കസ് പോകുന്നതാണ് വലിയ ബുദ്ധിമുട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് സൂം ഇൻ ചെയ്തിട്ട് സൈൻ്റെ ഗ്രാഫ് നമ്മളിങ്ങനെയല്ലേ കണ്ടിരിക്കുന്നത്, അത് സൂം ഔട്ട് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ സൂം ഇൻ ചെയ്തിട്ട് നമ്മുടെ സാധാ സൈൻ ഗ്രാഫ് ആക്കാം. ഓക്കെ, ഇപ്പോൾ സൈൻ ഗ്രാഫാണ് ചോദ്യം. ഇത് 1 1 ആണോ ഓൺ ടു ആണോ റേഞ്ച് എന്താണെന്നുള്ളതാണ്. 1 1 ആണോ? പെട്ടെന്ന് പറയാമോ? അല്ല. കാരണം നോക്കടാ, ഇവിടെ 2 എടുത്തു, 2നെ എന്തോരം വാല്യൂസ് റിപ്പീറ്റ് ചെയ്ത് തന്ന് അല്ലേ? ഇടത് ഭാഗത്ത് കുറേ എണ്ണം ഉണ്ട്, ഇൻഫൈനൈറ്റ് നമുക്ക് പറയാം. വലത് ഭാഗത്തും കുറേ എണ്ണം ഉണ്ട്. 1 1 അല്ല. റേഞ്ച് എന്താ? റേഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ആക്സിസിൽ മിനിമം വാല്യൂ എത്രയും മാക്സിമം വാല്യൂ എത്രയും ഐഡൻറ്റിഫൈ ചെയ്യാണ്ട്. വൈ ആക്സിൽ മിനിമം വാല്യൂ എന്താണ്? -3 മുതൽ -3ൻ്റെ ലെവലിൽ നിന്നാണ്. -3നേക്കാൾ താഴെ പോകുന്നില്ലല്ലോ ഗ്രാഫ്. -3 മുതൽ +3 വരെ ഗ്രാഫ് ഉണ്ട്. -3 മുതൽ +3 വരെ ഉണ്ട്. സോ റേഞ്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. ക്ലോസ് ഇൻ്റർവൽ -3 ആണ് റേഞ്ച്. ഓൺ ടു ആണോ?
ഓൺ ടു ആവാൻ എവിടെ വരെ വരച്ച് കഴിഞ്ഞാലും ഗ്രാഫിൽ മീറ്റ് ചെയ്യണം അല്ലേ? പക്ഷേ താഴെ വരച്ച് കഴിഞ്ഞാൽ മീറ്റ് ചെയ്യുമോ? ഇല്ല. അല്ലെങ്കിൽ താഴത്തെ വാല്യൂസിനൊന്നും ഈ പ്രീമേജ് ഇല്ല. ഞാൻ ഇവിടെ -6ൽ കൊണ്ടുപോയിട്ട് ഒരു വര വരച്ച് കഴിഞ്ഞാൽ അത് ഗ്രാഫിൽ മീറ്റ് ചെയ്യുമോ? ഇല്ല. സോ ഓൺ ടു അല്ല, റേഞ്ച് -33. ഓക്കെ, 1 അല്ല, ഓൺ ടു അല്ല, റേഞ്ച് -33. അപ്പോൾ ഇതാണ് നമ്മൾ ആ ടേബിൾ അങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്. ഇനി ഈ ഒരു 3 ഫങ്ഷൻസും കൂടെ, അപ്പോൾ ഇത് 1 ആണോ ഓൺ ടു ആണെന്നും റേഞ്ച് എന്താണെന്നും കൂടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഡൊമൈനും കോഡൊമൈനും നിങ്ങൾ വരയ്ക്കുമ്പോൾ അധികം ശ്രദ്ധിക്കേണ്ടതെന്നല്ല, ശ്രദ്ധിക്കണം. രണ്ടാമത്തേലൊക്കെ നമ്മളിങ്ങനെ -1 1ലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് വരയ്ക്കണതൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒരു ഫംഗ്ഷൻ എങ്ങനെയാണ് ഫംഗ്ഷൻ x/x+2 വരയ്ക്കുകയെന്നുണ്ടെങ്കിൽ മുഴുവൻ ഗ്രാഫ് നമുക്ക് വരും. പക്ഷേ -1 1ലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്ത് വരയ്ക്കേണ്ടത് എങ്ങനെയെന്നുള്ളത് നമ്മൾ ഐ തിങ്ക് സെക്കൻഡിലായിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെയാണോ അല്ല തേർഡിലാണെന്ന് തോന്നുന്നു പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്ത് വരയ്ക്കണം. അതേപോലെ ഇതും x/1 mod x ഒന്നും കുഴപ്പമില്ല. ശരി, ഫസ്റ്റ് ഇത് നോക്കാം. x-2/x-3 എന്ന് വരയ്ക്കാം. ഇൻപുട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ. x-2/x-3 ആണ്. തോന്നിയ പോലെ ടൈപ്പ് ചെയ്യരുത്. x-2 ബ്രാക്കറ്റിൽ കൊടുക്കണം. ഓക്കെ, ബൈ ആ ചിഹ്നം -15ൻ്റെ തൊട്ടിപ്പുറത്തുണ്ട്. ബൈ x-3ക്കും ബ്രാക്കറ്റ് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ കമ്പ്യൂട്ടർ അത് റീഡ് ചെയ്യില്ല. എൻ്റർ കൊടുക്കുക. നോക്കി നോക്കൂ, നിങ്ങൾ വിചാരിച്ചത് അതേപോലെ വന്നിട്ടുണ്ടോ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുക. അതേ ഗ്രാഫ് ഇതാണ്. 1 ആണോ ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യണം. നമ്മളോട് ലൈനൊന്നും വരയ്ക്കാൻ പറഞ്ഞിട്ടില്ല. ലൈൻ വരയ്ക്കണമെങ്കിൽ വരയ്ക്കാം. ചോദ്യം 1 ആണോ ഓൺ ടു ആണോ, റേഞ്ച് കണ്ടുപിടിക്കണം. നിങ്ങളിതിൽ ഒരു ലൈൻ വരച്ചു എന്ന് കരുതാം. നമ്മളുടെ ആക്ടിവിറ്റിയിലല്ലല്ലോ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അല്ല, ഓക്കെ. അപ്പം ഒരു ലൈൻ വരച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. നിങ്ങൾ നോക്കി നോക്കണം, ഇത് 1 ആണോ? നിങ്ങളൊരു ലൈൻ ഇവിടെ ഉണ്ട് എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാം. പക്ഷേ ഞാനിവിടെ വരയ്ക്കാത്തതുകൊണ്ടാണ്, വരയ്ക്കാൻ പറഞ്ഞിട്ടില്ല അവർ. അപ്പോൾ ഈ ഒരു ലൈന് നിങ്ങളോട് ഇമാജിൻ ചെയ്താലും മതി. ഒരു ലൈൻ നിങ്ങൾ വരച്ചിട്ട് ഇവിടെ താഴെ നിന്ന് വരച്ചു, ഇവിടെ നിന്ന് വരച്ചു. എപ്പോഴെങ്കിലും ഒന്നിൽ കൂടുതൽ അവിടെ മീറ്റ് ചെയ്യുമോ? പിന്നെ ഒരു ചാൻസ് ഉള്ളത് ഇവിടെയാണ്. പക്ഷേ അവിടെ നിങ്ങൾ നോക്കി നോക്ക്, ഈ താഴെ നിന്നുള്ള കർവ് ഇങ്ങനെ പോയിട്ട് ഇതിനോട് ഇങ്ങനെ ചേർന്ന് പോയിക്കൊണ്ടിരിക്കുക അല്ലേ? ഈ y=1 എന്ന് പറഞ്ഞ ലൈനിനോട് ഇങ്ങനെ അപ്രോക്സിമേറ്റ് ചെയ്യുക, അസിംപ്റ്റോട്ട് എന്നൊക്കെ പറയാം. അതിലേക്ക് നിങ്ങൾ ആലോചിക്കേണ്ട, എന്തായാലും അങ്ങോട്ട് പോവുക. അതേപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മേലത്തെ ഈ കർവ് അതെ ഈ ലൈനിനോട് ചേർന്ന് വരിക. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുകളിൽ നിന്ന് വരുന്ന കർവ് ഇവിടെ തട്ടുന്നുമില്ല, താഴെ ആ ലൈനിൽ തട്ടുന്നുമില്ല. അതുപോലെ ഈ ലൈനും മേലെ തട്ടുന്നില്ല. അവർ തമ്മിൽ ക്രോസ് ചെയ്യേയില്ല. ഓക്കെ, നിങ്ങളൊരു ലൈൻ വരച്ചിട്ട് ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ തവണ മീറ്റ് ചെയ്യില്ല. അതാണ് കൺക്ലൂഷൻ. ഇത് 1 ആണ്. ഇത് താഴത്തേക്ക് അങ്ങനെ പോകും കേട്ടോ. ഓക്കെ, കേട്ടോ, നമുക്ക് നീക്കി കഴിഞ്ഞാൽ അത് റീഡ് ചെയ്യാൻ ലാഗ് ആവുന്നതുകൊണ്ടാണ് താഴത്തേക്ക് മേലേക്ക് അങ്ങനെ പോകും. അപ്പോൾ ഇത് ടി വരെ ഉള്ളൂ അല്ലല്ലോ, അല്ല അങ്ങനെ പോകും. അപ്പോൾ 1 ആണ്. ഇനി ഓൺ ടു ആണോ ചോദ്യം. ഓൺ ടുവിൻ്റെ ഡെഫിനേഷനൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. കോഡോമിലുള്ള എല്ലാവർക്കും പ്രീമേജ് വേണമെന്നാണ്. അല്ലെങ്കിൽ റേഞ്ച് എടുത്തു കഴിഞ്ഞാൽ അതടുത്ത അതിൻ്റെ പെക്യൂരിയാരിറ്റി അല്ലെങ്കിൽ പ്രത്യേകതയായിട്ട് വരുന്നുള്ളൂ. ഓക്കെ, നമുക്ക് സൂം ഇൻ ചെയ്തിട്ട് തന്നെ നോക്കാം, അതാണ് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ കൺഫ്യൂസ് ആയിപ്പോൾ. ഇനി നിങ്ങൾ ലൈൻ തന്നെ വരച്ചിട്ട് ഇമാജിൻ ചെയ്തു. ലൈൻ വരച്ചിട്ട് ഒരു തവണയെങ്കിലും മീറ്റ് ചെയ്യണം. മറ്റേത് ഒന്നിൽ കൂടുതൽ തവണ മീറ്റ് ചെയ്യുമെന്നൊരു ചോദ്യം. ഒരു തവണയെങ്കിലും മീറ്റ് ചെയ്യും. നിങ്ങൾ ഇവിടെ ഒരു ലൈൻ വരച്ചു, ഇവിടെ തട്ടും. മേലൊന്ന് വരച്ചു, അത് ഇവിടെ തട്ടും. അങ്ങനെ എവിടെ ഒരു ലൈൻ വരച്ചാലും ഒരു തവണയെങ്കിലും മീറ്റ് ചെയ്യും. വിച്ച് മീൻസ് ഇറ്റ് ഈസ് ഓൺ ടു. ചോദ്യം പക്ഷേ ഇത് ഇവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ. ഇതിൻ്റെ ഇടയിൽ ഈ 1 എന്നൊരു പോയിന്റിൽ ഞാൻ ലൈൻ വരച്ചു കഴിഞ്ഞാലേ അത് ഇങ്ങനെ നീണ്ടു പോവുകയുള്ളൂ. ഇതുമ്പോൾ തട്ടൂല. ഇപ്പുറത്തും അതെ, ഇതുമീൻ തട്ടൂല. കാരണം അത് അടുത്ത് വരുന്നേ ഉള്ളൂ, തട്ടൂല. 1 എന്ന പോയിന്റ് തട്ടൂല. എന്തുകൊണ്ടാവും 1 എന്ന പോയിന്റിൽ? നമുക്ക് ആ കോഡോമൈൻ ഒന്നുകൂടെ നോക്കി നോക്ക്. കോഡോമൈൻ എന്താ? r-set1. അതായത് 6ൽ നിന്ന് 1 ഒഴിവാക്കിയിട്ടുണ്ട്. 1 വേണ്ട, കാരണം ഈ വാല്യൂ ഒരിക്കലും 1 കിട്ടില്ല. നമുക്ക് കോഡോമൈനിൽ 1 റിമൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് 1ന് പ്രീമേജ് ആവശ്യമില്ല. ഓൺ ടുവിൻ്റെ ഡെഫിനേഷൻ എന്താ? കോഡോമൈനിലുള്ള എല്ലാവർക്കും പ്രീമേജ് വേണമെന്നാണ്. അപ്പോൾ കോഡോമൈനിൽ 1 ഇല്ല, അപ്പോൾ 1ന് പ്രീമേജ് വേണമെന്നില്ല. ഓക്കെ, കൺക്ലൂഷൻ ഇതാണ്, ഇത് ഓൺ ടു ആണ്. കോഡോമൈനിലുള്ള എല്ലാവർക്കും, കോഡോമൈനിൽ 1 ഇല്ല, അപ്പോൾ 1 അല്ലാത്ത എല്ലാവർക്കും പ്രീമേജ് ഉണ്ട്.
സോ ഓൺ ടു ആണ്. റേഞ്ച് എന്താ? റേഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ആക്സിൽ എത്രത്തോളം ഗ്രാഫ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെന്നാ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വൈ ആക്സിന് താഴെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട് ഇത് ഈ 1 എന്ന ലൈൻ വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. y = 1 എന്ന ഓക്കെ 1ൽ തട്ടിയില്ല എന്നേ ഉള്ളൂ. അതേപോലെ 1 നിന്ന് അങ്ങോട്ട് മേലേക്ക്, 1ൽ തട്ടിയില്ല, 1 നിന്ന് അങ്ങോട്ട് മേലേക്കും ഉണ്ട്. അതായത് എല്ലാ റിയൽ നമ്പേഴ്സും ഉണ്ട്, ഈ 1 ഒഴികെ എല്ലാവരും വരുന്നുണ്ട് എന്നല്ലേ മീനിങ്. സോ റേഞ്ച് എന്താണ്? r-set1. ഓക്കെ, ഞാൻ അവിടെ എഴുതി തന്നെ കരുതുക കേട്ടോ. ഇതിൻ്റെ കോഡോമൈൻ നിങ്ങൾ ശ്രദ്ധിച്ചോ? r-set1 ആണ്. റേഞ്ചും തന്നെയാണ് r-set1 ആണ്. ഓൺ ടു ആണ്. അപ്പോൾ ഓൺ ടു എന്ന കൺസെപ്റ്റിനും റേഞ്ചും കോഡോമൈനും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത കൂടെ നോക്കി നോക്കാം. f(x) = x/x+2. അടുത്ത ഫംഗ്ഷൻ നിങ്ങൾ നോക്കി നോക്ക്. വെറുതെ അങ്ങനെ f(x) = x/x+2 വരയ്ക്കാനല്ല, -1 1ൽ വേണം നിങ്ങൾ വരയ്ക്കാൻ. അതിന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെ കമാൻഡ് കൊടുക്കുക. x/x+2നെ അതിലേക്ക് ഒതുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ മൈൻഡിലുള്ള പോലെ തന്നെ ഞങ്ങൾക്ക് വരയ്ക്കേണ്ടത് x/x+2 ആണ്, വിത്തിൻ ദ റീജിയൻ -1 to 1. സോ അങ്ങനെ ഒരു കമാൻഡ് കണ്ടീഷൻ കൊടുക്കുമ്പോൾ ഇഫ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇൻപുട്ട് ബാറിലേക്ക് നോക്കിക്കോട്ടോ. ഇഫ് എന്ന് ടൈപ്പ് ചെയ്യുക. ഏത് മുതൽ ഏത് വരെ വേണ്ടതെന്നുള്ളത് -1 <= x <= 1 എന്നാണ് നമുക്ക് വേണ്ട പരിധി. അവിടെ വേണ്ട ഫംഗ്ഷനാണ് അടുത്ത ടൈപ്പ് ചെയ്യേണ്ടത് x/(x+2). ഓക്കെ, ഒരു ബ്രാക്കറ്റും കൂടെ കൊടുക്കണം കേട്ടോ, കാരണം ഇഫിൻ്റെ ബ്രാക്കറ്റാണ് അതിപ്പോൾ ഉള്ളത്. x+2ൻ്റെ ബ്രാക്കറ്റ് കംപ്ലീറ്റ് ആക്കണം. ഇപ്പം തന്നെ അവിടെ വന്നിട്ടുണ്ടാവും. കമാൻഡ് ശ്രദ്ധിച്ച് ടൈപ്പ് ചെയ്യുക. അല്ല വേറെയും വഴിയുണ്ട്. x/x+2 ആദ്യം വരച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് ഡൊമൈൻ റെസ്ട്രിക്റ്റ് ചെയ്യാം. അത് ഞാൻ പറഞ്ഞുതരാം. ഇത് മുഴുവൻ ടൈപ്പ് ചെയ്താൽ ഇതേ നോർമലി x/x+2 വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ കർവാണ് കിട്ടുക. ഇതിപ്പോൾ എത്രയേ ഉള്ളൂ, കാരണം നമ്മൾ പറഞ്ഞ പോലെ -1 മുതൽ 1 വരെ കർവുള്ളൂ. നിങ്ങൾ നോക്കി നോക്ക്, എക്സിൻ്റെ വാല്യൂസ് -1 മുതൽ 1 വരെയല്ലേ കർവുള്ളൂ. അപ്പോൾ ഇങ്ങനെ വേണം ഡൊമൈൻ മുറിച്ച് ഡൊമൈൻ കുറച്ച് ഭാഗത്തേക്കുള്ള ഗ്രാഫ് വരയ്ക്കാം. ഓക്കെ ശരി, നമ്മൾ ഗ്രാഫ് വരച്ചു. ഇനി അത് കണ്ടിട്ട് അത് 1 ആണോ ഓൺ ടു ആണോ എന്ന് പറയണം. എടാ 1 ആണോ നോക്കി നോക്ക്. എവിടെയെങ്കിലും വാല്യൂ റിപ്പീറ്റ് ചെയ്തോ? ഏതെങ്കിലും വാല്യൂ റിപ്പീറ്റ് ചെയ്തോ? ഇല്ലല്ലോ. നിങ്ങളൊരു ലൈൻ വരച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഒരു തവണ അല്ലേ ടച്ച് ചെയ്യുള്ളൂ, ഒന്നിൽ കൂടുതൽ തവണ ടച്ച് ചെയ്യുമോ? ഇല്ല. സോ 1 ആണ്. ഓൺ ടു ആണോ? ഓൺ ടു ആണോ ചോദ്യം വരുമ്പോൾ കോഡോമൈനിലുള്ള എല്ലാവർക്കും പ്രീമേജ് വേണം. കോഡോമൈൻ എവിടെ മുതൽ എവിടെ വരെ നോക്കുക? -1 മുതൽ 1/3 വരെ. നിങ്ങൾ ഈ ഗ്രാഫ് നോക്കി നോക്കുക. സൂം ചെയ്യാൻ ഞാൻ y ആക്സിസിൽ -1 ഉണ്ട്, -1 മുതൽ ഉണ്ട്, ഇവിടെയൊക്കെ വാല്യൂ ഉണ്ട്. ലൈൻ വരച്ചാൽ മീറ്റ് ചെയ്യണം എന്നല്ലേ. ലൈന് നിങ്ങൾ കോഡോമൈനിന് എത്ര ഉണ്ടോ അത്ര മുതൽ അത്ര വരെ വരച്ചാൽ മതി. -1 മുതൽ ലൈൻ വരച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഗ്രാഫ് മീറ്റ് ചെയ്യും, അല്ലെങ്കിൽ പ്രീമേജ് ഉണ്ട്. -1 മുതലൊക്കെ കർവുണ്ട്. 1/3 എന്താ? 1/3 പറഞ്ഞാൽ 0.33 അല്ലേ. നിങ്ങളത് സൂം ചെയ്ത് നോക്ക്. ഗ്രാഫ് എവിടെ പോയി എൻഡ് ചെയ്യുന്നത്? 0.3 എന്ന് പറഞ്ഞത് ഈ ലൈനാണ്. 0.33 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലൈനിലേക്കല്ലേ പോണത്. ഓക്കെ, 0.35 ആണ് തൊട്ട് മുകളിലുള്ളത്, കറക്റ്റ് 0.33 വരെ. ഓക്കെ, അതായത് ഇതിൻ്റെ റേഞ്ച് നിങ്ങൾ കണ്ടുപിടിച്ചാൽ എന്തെന്നെ വരിക? -1 മുതൽ 0.33, അതായത് 1/3 വരെ തന്നെ വരിക. അവിടെയും എന്തെന്നെ കിട്ടിയത്? ഓൺ ടു ആണ്. റേഞ്ചും കോഡൊമൈനും സെയിം ആണ്. ഈ കൺസെപ്റ്റ് പഠിക്കാനാണ് ഈ 3 ക്വസ്റ്റ്യൻസും ചെയ്യുന്നത്. അത് വൈവായിട്ടും ചോദിക്കാറുണ്ട്. ഒരു ഓൺ ടു ഫംഗ്ഷൻ്റെ ഡൊമൈനും റേഞ്ചും സെയിം ആയിരിക്കും. അപ്പോൾ x/x+2 എന്ന ഫംഗ്ഷൻ്റെ കോഡൊമൈനും -1 1/3 ആണ്, റേഞ്ചും -1 1/3 ആണ്. സോ ഇറ്റ് ഈസ് ഓൺ ടു. ലാസ്റ്റ് ഒരു ഫംഗ്ഷൻ x/1 + mod x കൂടെ നോക്കി നോക്കാം. അത് നിങ്ങൾക്ക് ഡൊമൈൻ റെസ്ട്രിക്റ്റ് ചെയ്യാനെന്ന് പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഈ കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു കേട്ടോ. ഞാനങ്ങനെ പറഞ്ഞു പോകുന്നു, പലർക്കും ചെറിയ കൺഫ്യൂഷൻസൊക്കെ വരാം, പക്ഷെ കുഴപ്പമില്ല. പ്രോബ്ലംസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ ക്ലിയർ ആവും. അടുത്തത് x/1 + mod x. ഞാൻ ടൈപ്പ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. x/1 + mod x മറന്നിട്ടില്ലല്ലോ. ABS അതിനൊരു ബ്രാക്കറ്റ്, പക്ഷേ ബ്രാക്കറ്റ് തികഞ്ഞോ? നിങ്ങൾ നോക്കി നോക്ക്. വേണമെങ്കിൽ ഞാൻ അതിന് എൻ്റർ കൊടുക്കാം കേട്ടോ. ഇൻപുട്ട് ശരിയായില്ലാന്ന്. സോ ഓക്കെ പറയുക, അതൊന്ന് ഇൻപുട്ടൊന്ന് ശരിയാക്കുക. വേറെ ഒന്നല്ല, ചെറിയൊരു ബ്രാക്കറ്റിൻ്റെ കുറവ്. അപ്പോൾ ഗ്രാഫ് വരും. എൻ്റർ കൊടുത്തു. ഗ്രാഫ് ഇങ്ങനെ വന്നത് നോക്കണം. ആദ്യ ചോദ്യം 1 ആണോ? യെസ്, ഇറ്റ് ഈസ് 1. നിങ്ങൾ എങ്ങനെ ഒരു ലൈൻ വരച്ചാലും വാല്യൂ റിപ്പീറ്റ് ചെയ്യില്ല. സംഭവം കണ്ടാൽ റിപ്പീറ്റ് ചെയ്യുന്നൊക്കെ തോന്നും, ഇല്ല കേട്ടോ. -1 മുതൽ കർവ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം.
മൈനസ് ഇൻഫിനിറ്റി മുതൽ അങ്ങോട്ട് എത്രയും ചെറിയ വാല്യൂസ് -1ൻ്റെ ലൈനാട്ടോ ഈ താഴെ കാണുന്നത്, അതിൻ്റെ മുകളിൽ ഈ ഓറഞ്ച് ലൈന്. ആ ലൈൻ ഇങ്ങനെ പോന്ന് മെല്ലെ മെല്ലെ ഇൻക്രീസ് ചെയ്യുന്നുണ്ടേ -1 മുതൽ, എന്നിട്ട് 0ലേക്ക് എത്തി, പിന്നെ ഇൻക്രീസ് ചെയ്ത് 1ലേക്ക് പോകാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ 1ൽ എത്തൂല. ഇൻ ഷോർട്ട് നമുക്ക് ഇത് ലൈൻ എത്ര വരച്ച് കഴിഞ്ഞാൽ വാല്യൂ റിപ്പീറ്റ് ചെയ്യുന്നില്ല, കൂടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. വാല്യൂ ഒരിക്കലും വന്ന വാല്യൂ വരില്ല. ഓക്കെ, 1 അല്ല, സോറി 1 ആണ്. ഓൺ ടു ആണെന്ന ചോദ്യം. അല്ലെങ്കിൽ നമുക്ക് ഡൊമൈനും റേഞ്ച് ഒന്ന് നോക്കി നോക്കാം. റേഞ്ച് എന്താ? ഏറ്റവും വരുന്ന മിനിമം വാല്യൂ എന്താ? -1 വരുന്നുണ്ടോ? ഇല്ല. ഈ വാല്യൂ ഈ വര ഇതിൽ ടച്ച് ചെയ്താലേ -1 ആവുള്ളൂ. -1 വരുന്നില്ല എന്നാൽ -1ൻ്റെ അടുത്ത് വരെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിന് ഓപ്പൺ ബ്രാക്കറ്റ് കൊടുക്കും. അതുപോലെ 1 വരുന്നുണ്ടോ? മാക്സിമം 1 വരുന്നില്ല, 1ലേക്ക് അപ്രോച്ച് ചെയ്യുന്നേ ഉള്ളൂ. സോ ഇവിടെ നിങ്ങൾ -1 മുതൽ 1 വരെ ഉണ്ട്, പക്ഷേ അവർ രണ്ടുപേരും ഇല്ലാത്തതുകൊണ്ട് ഇതാണ് റേഞ്ച്. പക്ഷെ നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന എവിടെ നിന്ന് എവിടേക്കാണ്? ഓക്കെ, ക്വസ്റ്റ്യൻ ഫംഗ്ഷൻ ആറിൽ നിന്ന് ആറിലേക്കാണ്. കോഡോമൈൻ എന്താ? റിയൽ നമ്പേഴ്സ് അല്ലേ? പക്ഷേ കോഡോമൈനും റേഞ്ചും സെയിം ആണോ? അല്ല. ഇനി വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ ഒരു വര വരച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ടച്ച് ചെയ്യുമോ? അത് ഇല്ല. സോ ഓൺ ടു അല്ല, കോഡോമൈനും റേഞ്ചും ഈക്വൽ അല്ല. ലാസ്റ്റ് അവർ കൺക്ലൂഷൻ പോലെ ചോദിച്ചിട്ടുണ്ട് ഒരു ഓൺ ടു ഫംഗ്ഷൻ്റെ വാട്ട് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് ദ റേഞ്ച് ഓഫ് എൻ ഓൺ ടു ഫംഗ്ഷൻ? റേഞ്ച് മസ്റ്റ് ബി ഈക്വൽ ടു കോഡോമൈൻ. റേഞ്ചും കോഡോമൈനും ഈക്വൽ ആയാലേ ഓൺ ടു ഫംഗ്ഷൻ ആവുള്ളൂ. ഓൺ ടു ഫംഗ്ഷൻ ആണെങ്കിൽ റേഞ്ചും കോഡോമൈനും ഈക്വൽ ആവും. ഇതാണ് ഇവിടെ ആക്ടിവിറ്റി 18.2-ൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ് ഡൊമൈനും റേഞ്ചും കോഡോമൈനൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓൺ ടു ആണെങ്കിൽ കോഡോമൈനും റേഞ്ചും തമ്മിലുള്ള കണക്ഷൻ. ഇനി ലാസ്റ്റ് ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റിയും കൂടിയാണ് ഇതിലുള്ളത്. ഇതും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബൈജക്റ്റീവ് ഫംഗ്ഷൻസിൽ നിങ്ങൾ എങ്ങനെയാണ് ഒരു ഫംഗ്ഷനെ ബൈജക്റ്റീവ് ആക്കി മാറ്റുക? നമ്മുടെ ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ തന്നൊരു ഫംഗ്ഷൻ ബൈജക്റ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ, ബൈജക്റ്റീവ് ഫംഗ്ഷൻ ഇതൊക്കെ വൈവ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആവുക? 1 ഓൺ 2 ആകുമ്പോൾ. എപ്പോഴാണ് 1 ആവുക? എപ്പോഴാണ് ഓൺ 2 ആവുക? അതൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് വരും. അതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ബൈജക്റ്റീവ് അല്ലാത്തൊരു ഫംഗ്ഷനെ 1 ഓൺ 2 അല്ലാത്തൊരു ഫംഗ്ഷനെ 1 ഓൺ 2 ആക്കാൻ എന്ത് ചെയ്യും? ഡൊമൈൻ എങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യും? റേഞ്ച് എങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യും? ഇതൊക്കെ റേഞ്ച് അല്ല, കോഡൊമൈൻ എങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പം ഇതിൽ പറയുന്നുണ്ട് ഫംഗ്ഷന് എങ്ങനെ 1 ആക്കി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൊമൈനെ മുറിച്ചാൽ മതി. ഡൊമൈൻ മുഴുവൻ എടുക്കാതിരുന്നാൽ മതി. ഇപ്പോൾ ഈ ഫംഗ്ഷനിൽ തന്നെ കണ്ടില്ലേ, x² + 1 എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ്. അപ്പോൾ അതിനെങ്ങനെ മുറിച്ചാൽ 1 ആക്കി മാറ്റാം? വാല്യൂസ് റിപ്പീറ്റ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് മുറിച്ചാൽ പോരെ. അപ്പോൾ ഡൊമൈൻ എങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യാം? ഓൺ ടു ആക്കണം കുറച്ചും കൂടെ എളുപ്പം. ഓൺ ടു പറഞ്ഞു കഴിഞ്ഞാൽ കോഡൊമൈനെയാണ് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടത്. കോഡൊമൈൻ റേഞ്ചും ഈക്വൽ ആയാൽ ഓൺ ടു ആവും. അപ്പോൾ നമുക്ക് കോഡൊമൈന് റേഞ്ചിലേക്കാണ്ട് ഒതുക്കിയാൽ മതി. ഓക്കെ, റേഞ്ചിൽ ഉൾപ്പെട്ടവരെ മാത്രം കോഡൊമൈനിൽ എടുത്താൽ മതി. അപ്പോൾ ആ രീതിയിൽ ഓൺ ടു ആക്കാം. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഫ്രം R to R x² + 1 എന്ന ഫംഗ്ഷൻ ജസ്റ്റ് ഒന്ന് വരച്ചത് ഇതായിരിക്കും. ഗ്രാഫ് കണ്ടാൽ തന്നെ അറിയാം 1 അല്ല, ഓൺ ടു അല്ല. നമ്മൾ x² പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ 1 ആണോ ഓൺ ടു ആണോ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഗ്രാഫ് വരച്ചിട്ട് നമുക്കൊന്ന് ഫംഗ്ഷൻ റീഡിഫൈൻ ചെയ്യാം. അതായത് ഡൊമൈനും കോഡൊമൈനും റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് 1 ഓൺ ടു ആക്കി മാറ്റാം. ഓക്കെ, അപ്പോൾ ഓൺ ടു ആക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ? ഇത് ക്വസ്റ്റ്യനാണ്. ഗ്രാഫ് ആദ്യം വരയ്ക്കാം. ഇത് കണ്ടോ, ഞാൻ x² + 1 ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഗ്രാഫ് വരച്ചിട്ടുണ്ട്. കണ്ടാൽ തന്നെ നമുക്കറിയാം 1 അല്ല, ഓൺ ടു അല്ല. ഓക്കെ, ആ ചോദ്യം ഇതിനെ ഓൺ ടു ആക്കണ കാര്യം പറയാം. അതിന് നമുക്ക് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ജിയോജിബ്ര ടൈപ്പ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇതിനെ ഓൺ ടു ആക്കാൻ ഇപ്പോൾ അത് ഉള്ളത് ഫ്രം R to R ആണ്. ഇപ്പോൾ അത് ഓൺ ടു അല്ല. ഓൺ ടു ആക്കാൻ നമ്മൾ എന്താ പറഞ്ഞത്? കോഡൊമൈനെ റേഞ്ച് ആക്കി മാറ്റിയാൽ മതി. കോഡൊമൈൻ റിയൽ നമ്പേഴ്സ് മൊത്തം എടുക്കാതിരുന്നാൽ മതി. അപ്പോൾ റേഞ്ച് എന്താണെന്ന് ആദ്യം ആലോചിക്കാം. ഇതിൻ്റെ റേഞ്ച് എന്താണോ അതാണ് കോഡൊമൈനായിട്ട് എടുത്താൽ മതി. റേഞ്ച് എന്താണോ? y ആക്സിസിലെ മിനിമം 1 അതിൻ്റെ മുകളിലേക്കല്ലേ. സോ റേഞ്ച് എന്താണ്? ഇവിടുത്തെ റേഞ്ച് 1ൻ്റെ അങ്ങോട്ട് മേലേക്ക്, അതായത് 2 പറഞ്ഞ പോലെ 1 ഇതാണ് നമുക്ക് റേഞ്ചായി കിട്ടിയത്. ഓക്കെ, ഇതാണ് കോഡൊമൈനായിട്ട് എടുത്താൽ മതി. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസറായി. നിങ്ങൾ റെക്കോർഡിലൊക്കെ എഴുതിയിട്ടുണ്ടാവും. കണ്ടോ, റീഡിഫൈൻ ദ ഫംഗ്ഷൻ ബൈ റെസ്ട്രിക്റ്റിംഗ് ഇറ്റ്സ് കോഡൊമൈൻ സോ ദാറ്റ് ഇറ്റ് ബിക്കംസ് ഓൺ ടു. അതായത് ഇപ്പം നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഫ്രം R to R f(x) = x² + 1. ഇതാണ് ഒരു ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ റീഡിഫൈൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ കോഡൊമൈൻ റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് റീഡിഫൈൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം R to കോഡൊമൈൻ മാത്രം റെസ്ട്രിക്റ്റ് ചെയ്യാം കേട്ടോ. 1 to ∞ f(x) = x² + 1. ഈ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താ അറിയോ? ഇതാണ് പുതിയ ഡെഫിനിഷൻ. എന്താ മാറ്റിയത്? കോഡൊമൈൻ മാത്രം മാറ്റി. ഈ ഫംഗ്ഷൻ ഓൺ ടു ആണ്.
ഈ ഫംഗ്ഷൻ ഓൺ ടു അല്ല. അപ്പോൾ കോഡൊമൈൻ നമ്മൾ റേഞ്ച് ആക്കി ഒതുക്കി കഴിഞ്ഞാൽ അത് ഓൺ ടു ആയി മാറും. ഇപ്പോൾ ഇത് ഓൺ ടു ആണ്. അടുത്ത അവർ പറഞ്ഞിരിക്കുന്നത് ഫ്രം ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ വി ക്യാൻ സീ ദാറ്റ് ഇറ്റ് വി റെസ്റ്റ്. ഓക്കെ, ഇതിനെ നമുക്ക് ഇത് എന്തുകൊണ്ട് ഇതാണ് അവിടെയും കാണുന്ന ഫംഗ്ഷൻ, ഇത് എന്തുകൊണ്ട് 1 ആയി, ഇനിയിപ്പോൾ ഓൺ ടു ആയി 1 ആയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പച്ച ഭാഗം ഉണ്ടല്ലോ അതന്നെയല്ലേ ഈ ചുവപ്പ് ഭാഗവും, അതായത് വാല്യൂസ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു കഷ്ണം പോരെ. അപ്പോൾ ഈ ഏതെങ്കിലും ഒരു കഷ്ണം മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 0 മുതൽ അങ്ങോട്ടുള്ള ഭാഗം മാത്രം എടുത്താലും നമുക്ക് വാല്യൂസ് റിപ്പീറ്റ് ചെയ്യാതെ കിട്ടൂലേ. അതായത് വാല്യൂസ് റിപ്പീറ്റ് ചെയ്യാതെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്ത് ചെയ്താൽ മതി, 0 മുതൽ ഇൻഫിനിറ്റി വരെ എടുത്താൽ മതി. അപ്പോൾ ഒരു ചോദ്യം വരും, എന്താ ഇപ്പോൾ പച്ച ഭാഗം എടുത്താൽ ഒരു കുഴപ്പമില്ല, -∞ മുതൽ 0 എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഫംഗ്ഷന് ഒന്നും കൂടെ റീഡിഫൈൻ ചെയ്യാം. ഇത് 1 അല്ല ഓൺ ടു അല്ല, ഇങ്ങനെ ആക്കിയപ്പോൾ അത് ഓൺ ടു ആയി. ഞാൻ ഒന്നും കൂടെ റീഡിഫൈൻ ചെയ്യുന്നു. ആറിനെ ഡൊമൈനാണോ ഇനി വെട്ടിച്ചുരുക്കുന്നത്. അപ്പോൾ 1 ആക്കാൻ വേണ്ടി ഡൊമൈനെയാണ് നമ്മൾ ചെറുതാക്കേണ്ടത്. ഇപ്പോൾ 6 എനിക്ക് 6 മൊത്തം വേണ്ട, 0 പറഞ്ഞാൽ ചെറിയ കഷ്ണം മാത്രം മതി. എന്നിട്ട് 1 എന്നിട്ട് f(x) = x² + 1. ഈ ഗ്രാഫിന് നമുക്കൊന്ന് വരച്ച് നോക്കാം. ഡൊമൈൻ റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫ് നമുക്ക് പുതിയത് വരയ്ക്കാം. നമുക്ക് ഡൊമൈൻ മുറിച്ചിട്ട് അത് 0 എന്നാൽ കേട്ടോ ഇവർ കൊടുത്തിരിക്കുന്നത് x² എന്നാണ്. ഇതിൽ ടൈപ്പിംഗ് മിസ്റ്റേക്കാം. x² + 1 ആണ് ബൈജക്ഷൻ. അതായത് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്ത ബൈജക്ഷൻ ആവുമെന്ന് പറയും. നമുക്കൊന്ന് അത് വരച്ച് നോക്കാം. അപ്പോൾ അതെങ്ങനെ വരയ്ക്കുക എന്നുള്ളതും കൂടെ അറിയണം. അതിന് കമാൻഡ് കൊടുക്കേണ്ടത് നമ്മൾ പറഞ്ഞു, ഇഫ് എന്ന് കൊടുക്കുക. x > 0 കൊടുത്താലും മതി, കാരണം 0 മുതൽ ഇൻഫിനിറ്റി വരെ അല്ലേ. അല്ലെങ്കിൽ 0 < x > എന്നൊക്കെ ടൈപ്പ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. പല രീതിയിൽ 3 രീതിയിൽ ഇത് ഡൊമൈൻ റെസ്ട്രിക്ഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ കമാൻഡാണ്, ഫംഗ്ഷൻ f(0) ഫംഗ്ഷൻ എന്ന് ടൈപ്പ് ചെയ്യുക. ഇഫ് എന്ന കമാൻഡിനേക്കാൾ എനിക്കും ഇഷ്ടമുള്ളത് കേട്ടോ. ഫംഗ്ഷൻ എന്ന് ടൈപ്പ് ചെയ്യുക, ഫംഗ്ഷൻ്റെ പേര്, അല്ലെങ്കിൽ x² + 1 എന്ന ഡെഫിനേഷൻ ആയാലും കുഴപ്പമില്ല. എന്താ പറയുക, 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ വാല്യൂ, ഇൻഫിനിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ വാല്യൂ. ഇപ്പോൾ f എന്ന് പറഞ്ഞാൽ 0 മുതൽ ഇൻഫിനിറ്റി വരെ അല്ലേ. അപ്പോൾ f എന്ന് ടൈപ്പ് ചെയ്യുക, 0 എന്ന് ടൈപ്പ് ചെയ്യുക, ഇൻഫിനിറ്റി എന്ന് ടൈപ്പ് ചെയ്യുക. സ്റ്റാർട്ട് വാല്യൂ, എൻഡ് വാല്യൂ. എനിക്ക് ഏറ്റവും ഇഷ്ടം അതാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഗ്രാഫ് ഉണ്ടെന്ന് കരുതാം, x² + 1 എന്ന ഗ്രാഫ് ഉണ്ടെന്ന് കരുതാം. ഇതിനെനിക്ക് 0 മുതൽ ഇൻഫിനിറ്റി വരെ ആക്കി ചുരുക്കണം എന്ന് കരുതാം. അപ്പോൾ ജസ്റ്റ് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഇതാണ്, ഫംഗ്ഷൻ എന്ന് ടൈപ്പ് ചെയ്യും. ഫംഗ്ഷൻ്റെ പേര് കൊടുത്താലും കുഴപ്പമില്ല, x² + 1 എന്ന് കൊടുത്താൽ ഫംഗ്ഷൻ ഓൾറെഡി ഉള്ളതുകൊണ്ട് നമുക്ക് f എന്ന് കൊടുത്താൽ മതി. ഫംഗ്ഷൻ്റെ പേര്, സ്റ്റാർട്ട് 0 മുതൽ, എൻഡ് വാല്യൂ ഇൻഫിനിറ്റി എന്ന് തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എൻ്റർ കൊടുത്താൽ ഒരു കളർ വ്യത്യാസം കാണാം നിങ്ങൾക്ക്. അത് പുതിയ ഫംഗ്ഷനാണ്, അതിൻ്റെ മുകളിൽ കൂടെ വന്നിരിക്കുക. ഓക്കെ, ഞാൻ പഴയതൊന്ന് ഹൈഡ് ചെയ്താലേ ഈ ആദ്യത്തെ ഫംഗ്ഷനൊന്ന് മുറിച്ച പോലെ ഉണ്ടാവും. അതാണ് ഡൊമൈൻ റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ഈ ഗ്രാഫ് കണ്ടോ, ഈ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രാഫാണ്. ഇതാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് ചെയ്യേണ്ടത്, റീഡിഫൈൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിപ്പോൾ 1 ആണ്, ഓൺ ടു ആണ്. ഓക്കെ, നോക്കി മനസ്സിലാവും. വാല്യൂസ് റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമ്മുടെ കോഡൊമൈനായിട്ട് എടുത്ത 1 to ഇൻഫിനിറ്റി മുഴുവൻ വരുന്നുണ്ട്. സോ ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഞാനിതിൽ ഡൊമൈൻ റെസ്ട്രിക്ഷനൊക്കെ പറഞ്ഞു. ഡൊമൈൻ റെസ്ട്രിക്ഷനുള്ള വേറെ കമാൻഡൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, വേണ്ടവർക്ക് അതൊക്കെ യൂസ് ചെയ്യാം. ഞാൻ കാണിച്ചിട്ടുണ്ട്. കണ്ടോ, ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെ -∞ മുതൽ 0 വരെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാലും ബൈജക്ഷൻ ആവും. അപ്പോൾ അതൊന്ന് നിങ്ങൾ വരച്ച് നോക്ക്. ഫംഗ്ഷൻ എഫ് ലോസ്റ്റ് വാല്യൂ മൈനസ് കൊടുത്തിട്ട് ഒരു ഇൻഫിനിറ്റി ടൈപ്പ് ചെയ്താൽ മതി. എൻഡ് വാല്യൂ 0 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾ വരച്ച് നോക്കുക. അപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, പച്ച ഭാഗം എടുത്താലും ഒരു കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ ചുവപ്പ് ഭാഗം എടുത്ത് അത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ബൈജക്ഷനാക്കി മാറ്റാം. ഇനി നിങ്ങൾക്കുള്ള ആക്ടിവിറ്റിയാണ്, ഞാനതിൽ ഒരെണ്ണം ചെയ്ത് കാണിച്ചു തരാം. ഈ 3 ഫംഗ്ഷനെയും വരച്ചിട്ട് ഡൊമൈനും കോഡൊമൈനും റെസ്ട്രിക്റ്റ് ചെയ്തിട്ട്, ഇപ്പോൾ ഡൊമൈനും കോഡൊമൈനും റിയൽ നമ്പേഴ്സ് ആണെന്ന് കരുതുക. എങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബൈജക്ഷൻ ആവും എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പം (x - 2) എടുത്തു എന്ന് കരുതാം. അതിന് ഞാൻ വരയ്ക്കാം. ഇൻപുട്ട് ബാറിൽ നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് സ്വയം ചെയ്ത് നോക്കിയിട്ട് ഞാൻ ചെയ്യുന്നത് തന്നെയാണോ നോക്കാം കേട്ടോ. ABS ടൈപ്പ് ചെയ്യാൻ വേണ്ടല്ലേ, ഇത് ബ്രാക്കറ്റ് ഇട്ടാൽ (x - 2) അല്ലേ. അപ്പോൾ ABS കൊടുക്കുക, എന്നിട്ട് ബ്രാക്കറ്റ് കൊടുക്കുക, x - 2. ഓക്കെ, എൻ്റർ കൊടുത്തു. ഓക്കെ, ഗ്രാഫ് ഞാൻ വരച്ചിട്ടുണ്ട്. ഈ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ f from R to R f(x) = (x - 2)ൻ്റെ ഗ്രാഫാണ്. ഇത് 1 ആണോ ഓൺ 2 ആണോ? കുറേ ഇതിൽ കാണുന്നു. 1 അല്ല, ഓൺ 2 അല്ല, കാരണം താഴത്തേക്കൊന്നും വാല്യൂസ് ഇല്ല.
മേലേക്ക് 2 തവണ വന്നിട്ടുമുണ്ട്. നമ്മുടെ എക്സ് സ്ക്വയറിൻ്റെയൊക്കെ പോലെ തന്നെ. അപ്പോൾ ഇത് 1 1 ഓൺ ടു ആക്കണം. അപ്പോൾ എങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യുമെന്ന് ആലോചിക്കാം. ഓക്കെ, അത് നമുക്ക് ഓൺ ടു ആക്കാം. ഓൺ ടു ആക്കാൻ ആദ്യം എളുപ്പം. അപ്പോൾ ഞാനിതിനെ കോഡൊമെയിൻ ചെറുതാക്കിയാൽ മതി. ഫ്രം ഞാൻ കോഡൊമെയിൻ മാത്രമേ എഴുതുന്നുള്ളൂ, ഒറ്റ സ്റ്റെപ്പ് തന്നെ എഴുതാം. കോഡൊമെയിൻ എങ്ങനെ റീഡിഫൈൻ ചെയ്യേണ്ടി വരും? കോഡൊമെയിന് ആദ്യം റേഞ്ച് എന്താ നോക്കുക. പലർക്കും തെറ്റിപ്പോകണമെന്നാണ് 2 to infinity എന്ന് എഴുതി കൊടുക്കും പലരും. നിങ്ങൾ വൈ ആക്സിൻ്റെ അല്ലെങ്കിൽ മിനിമം വൈ വാല്യൂ ആണ് നോക്കേണ്ടത്. ഈ ഗ്രാഫ് എത്രത്തോളം താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്? 0 എന്ന് പറഞ്ഞ ലെവൽ വരെ. ഇതാണ് വൈ ആക്സിൻ്റെ വാല്യൂസ് കേട്ടോ, ഈ മേലേക്കും താഴത്തേക്കുള്ളത്. അപ്പോൾ 0 എന്ന് പറഞ്ഞ ലെവൽ വരെ ഗ്രാഫ് ഇറങ്ങിയിട്ടില്ലേ? അപ്പോൾ മിനിമം വൈ വാല്യൂ ഒക്കെയാണ്, അങ്ങനെയൊക്കെ ആലോചിക്കേണ്ട. അപ്പോൾ 0 എന്ന വാല്യൂ വൈക്ക് വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ 0 മുതൽ മേലേക്കുള്ള 0 ഇൻഫിനിറ്റിയാണ് ഇതിൻ്റെ റേഞ്ച്. സോ നമ്മൾ റീഡിഫൈൻ ചെയ്യുമ്പോൾ കോഡൊമെയിനായിട്ട് എടുക്കേണ്ടത് 0 ഇൻഫിനിറ്റി ആണ്. അപ്പോൾ കോഡൊമെയിൻ ഓക്കെ. അപ്പോൾ 0 ഇൻഫിനിറ്റിയിലേക്ക് ഒതുക്കി കഴിഞ്ഞാൽ അത് ഓൺ ടു ആവുന്ന ഷുവറാണ്. ഫംഗ്ഷൻ നമ്മൾ മാറ്റാൻ പറ്റില്ല കേട്ടോ. ഫംഗ്ഷൻ f(x) = mod x - 2 തന്നെയാണ്. ഇത് ഓൺ ടു ആക്കാനുള്ള പണി നമ്മൾ ചെയ്തു. ഇനി ഡൊമെയിൻ എങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യും? ഡൊമെയിൻ ഇപ്പോൾ ഉള്ളത് റിയൽ നമ്പേഴ്സ് മൊത്തമാണ്. നമുക്ക് ഇത് കണ്ടാലറിയാം, ഇത് രണ്ടും വാല്യൂസ് റിപ്പീറ്റ് ചെയ്യല്ല. ഇതുവരെ വന്ന അതേ കാരണം വൈ വാല്യൂസ് തന്നെയാണ് പിന്നെ അങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒരു വര മതിയല്ലോ. ചുരുക്കി പറഞ്ഞാൽ ഈ 2 മുതൽ അങ്ങോട്ട് മതി എന്നല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ റെസ്റ്റ് ചെയ്യാം? 2 മുതൽ അങ്ങോട്ട് മതി. അതിന് 2 മുതൽ ഇൻഫിനിറ്റി വരെ മതി. ഓക്കെ, ഇങ്ങോട്ട് ഗ്രാഫ് റെസ്ട്രിക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിന് വേണ്ട കമാൻഡ് നിങ്ങളോട് എഴുതി കൊടുക്കാൻ. പരീക്ഷയ്ക്കും കമാൻഡ്, ഇതിന് എങ്ങനെ കമാൻഡ് എഴുതും? പല രീതിയിൽ കമാൻഡ് എഴുതാം. ഞാൻ എഴുതാം ഫംഗ്ഷൻ്റെ പേര് ഓൾറെഡി ഉള്ളത് എഫ് ആണ്. സ്റ്റാർട്ട് വാല്യൂ 2, എൻഡ് വാല്യൂ ഇൻഫിനിറ്റി. ഇഫ് വെച്ചിട്ട് എഴുതാം കേട്ടോ. ഇത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ റെസ്ട്രിക്ഷനായി. ഓക്കെ, അപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് കുറേയൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ കമാൻഡ് ഫംഗ്ഷൻ എന്ന് FUN കൊടുത്താൽ തന്നെ അവിടെ മേലെ വരുന്നുണ്ടാവും. അതിൽ കണ്ടോ, രണ്ടാമത്തെ ഓപ്ഷനാണ് ഇപ്പോൾ നമ്മൾ ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഫംഗ്ഷൻ്റെ പേര് എഫ്, സ്റ്റാർട്ട് വാല്യൂ 2, എൻഡ് വാല്യൂ ഇൻഫിനിറ്റി. ഓക്കെ, എൻ്റർ കൊടുത്തു. കണ്ടോ, ഒരു ഭാഗം ഒന്ന് കളർ മാറിയത്. ഇങ്ങനെയാണ് ഡൊമൈൻ റെസ്ട്രിക്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളോട് ചോദിക്കുക എന്ത് കമാൻഡാണ് നിങ്ങൾ കൊടുത്തത്, എങ്ങനെയാണ് ഡൊമൈനും കോഡൊമൈനും. അതെ, ഡൊമൈൻ 2 ഇൻഫിനിറ്റി തന്നെയാണ്. കോഡൊമൈൻ നമ്മൾ ചൂസ് ചെയ്തത് 0 ഇൻഫിനിറ്റിയാണ്. ഓക്കെ, അടുത്തത് x² + 6x + 7 കൂടെ ഫാസ്റ്റായിട്ട് ചെയ്യാം. മോഡ് സൈൻ എക്സും അതെ. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിലൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഡൊമൈനും കൂടെ 1 1 ഓൺ ടു ആക്കാം. ഒരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട്, അതും കൂടെ പെട്ടെന്ന് പറഞ്ഞു. ഈ ഫംഗ്ഷനിൽ നമ്മളിപ്പോൾ ഡൊമൈൻ ചൂസ് ചെയ്ത് 2 ഇൻഫിനിറ്റിയാണ്. വേറെ ഏതെങ്കിലും ഡൊമൈൻ എടുത്തു കഴിഞ്ഞാൽ 1 1 ആവുമെന്ന് അതിൻ്റെ വരയ്ക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വരച്ചാൽ മതി. ഇതിലിപ്പോൾ ഞാൻ 2 ഇൻഫിനിറ്റി വെച്ചിട്ടായി വരച്ചിട്ടുള്ളത് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ 2 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള കഷ്ണം എടുക്കുന്നതിന് ഓരോ -ഇൻഫിനിറ്റി മുതൽ 2 വരെയുള്ള എടുത്താലും പോരെ. ഞാനിപ്പോൾ ഇവിടെ 2 ഇൻഫിനിറ്റി മാറ്റിയിട്ടേ -ഇൻഫിനിറ്റി മുതൽ 2 വരെ എടുത്തു കഴിഞ്ഞാൽ ഇതും ഓക്കെയാണ്. അപ്പോൾ ഇതും കൂടെ വെച്ച് നിങ്ങളോട് ഗ്രാഫ് വരച്ച് പ്രാക്ടീസ് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളിങ്ങനെ ഡൊമൈൻ റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കൊടുത്ത ഡൊമൈൻ അല്ലാതെ വേറെയും ഡൊമൈൻ എടുത്തു കഴിഞ്ഞാലും 1 1 ആക്കാൻ കഴിയും എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഞാൻ x² + 6x + 7 കൂടെ ചെയ്യാം. നമുക്കിത് ബാക്ക് അടിച്ചിട്ട് ഒഴിവാക്കാം. ഇൻപുട്ട് ബാറിൽ x² + 6x + 7 കൊടുക്കാം. x² ലാഗ് അടിക്കുന്നവർക്ക് സ്വയം ചെയ്യാം. ഞാനിപ്പോൾ ഇത് x² + 6x + 7. ഓക്കെ, ഗ്രാഫ് വന്നിട്ടുണ്ട്. ഇതൊക്കെയൊന്ന് പെട്ടെന്ന് കുറച്ച് പേര് കൺഫ്യൂസ് ആവും. അപ്പോൾ ഇതെങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യാമെന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. ഇത് വാല്യൂസ് ഇതുവരെ വന്നിട്ട് പിന്നെയും മേലേക്ക് അതേ വാല്യൂസ് തന്നെ വരാം. അപ്പോൾ നമുക്ക് ആദ്യം ഓൺ ടു ആക്കാം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഫംഗ്ഷൻ ഇതാണ്. ഫ്രം R to R f(x) = x² + 6x + 7. ഇതാണ് അതിൻ്റെ ഗ്രാഫ്. അപ്പോൾ ഇത് ഓൺ ടു അല്ല നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഓൺ ടു ആക്കാൻ വേണ്ടിയിട്ട് കോഡൊമൈൻ ചെറുതാക്കണം. കോഡൊമൈൻ എങ്ങനെ ചെറുതാക്കും? R മൊത്തം എടുത്തു കഴിഞ്ഞാൽ നടക്കില്ല. അതായത് വൈ വാല്യൂസ് റേഞ്ച് കണ്ടുപിടിക്കുക. ഇതിൻ്റെ റേഞ്ച് കണ്ടുപിടിക്കാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ വൈൻ്റെ മിനിമം വാല്യൂ എന്താ? അത് ഇവിടെ നോക്കി മനസ്സിലാവും. -2 ആണ്. -2 അങ്ങോട്ട് മേലേക്ക് മൊത്തം ഉണ്ടല്ലോ, അപ്പോൾ തന്നെ എഴുതി വയ്ക്കുക. പിന്നെ ഡൗട്ടൊന്നും വേണ്ട. -2 അങ്ങോട്ട് മേലേക്ക് മൊത്തം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2 മുതൽ ഇൻഫിനിറ്റി വരെ അല്ല. ഓക്കെ, റേഞ്ച് കിട്ടി. ഇതിപ്പോൾ ഓൺ ടു ആയി. റേഞ്ച് അല്ലെങ്കിൽ കോഡൊമൈൻ ചെറുതാക്കിയാൽ ഓൺ ടു ആയി. ഫംഗ്ഷനിൽ തൊട്ട് കളിയില്ല. ഡൊമൈനും കോഡൊമൈനും മാറ്റിയിട്ടാണ് ചെയ്യുന്ന ഓട്ടം. ഇനി ഡൊമൈൻ എവിടെ വിട്ട്? ഡൊമൈൻ എവിടെ വെട്ടിയാൽ, ഡൊമൈൻ എവിടെ വെച്ചിട്ടാണ് വാല്യൂ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് നോക്കുക. -3 നോക്കി നോക്കുക. -3 വാല്യൂ
നിങ്ങൾ ലീസ്റ്റ് മിനിമം വാല്യൂ മാക്സിമം വാല്യൂ ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ -3 വരെ കുറഞ്ഞുകൊണ്ട് വന്നിട്ട് പിന്നെ -3 പിന്നെയും കൂടി പോയില്ലേ. -3ൻ്റെ ഇപ്പുറത്തേക്കുള്ള ഈ ഒരു കഷ്ണം മാത്രം പോരെ. എങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യും? ഒന്നുകിൽ -∞ മുതൽ -3 വരെ എടുക്കാം, അല്ലെങ്കിൽ -3 മുതൽ ഇൻഫിനിറ്റി വരെ എടുക്കാം. നമുക്കൊരു കാര്യം ഒരു ചേഞ്ചിന് -∞ മുതൽ -3 വരെ കട്ട് ചെയ്യാം. അതായത് ഡൊമെയിൻ -∞ മുതൽ -3 വരെ ഇൻക്ലൂഡിങ് -3 കേട്ടോ, ക്ലോസ്ഡ് ഇൻ്റർവൽ ഇടണേ. നിങ്ങൾക്ക് -3 മുതൽ ഇൻഫിനിറ്റി വരെ എടുക്കാം. ഞങ്ങൾ ചേഞ്ചിന് കൊടുത്തേ ഉള്ളൂ. ഇപ്പോൾ ഇത് 1 1 ആണ് 1 2 ആണ്. ഇത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കുക. അത് നിങ്ങൾക്കുള്ള ആക്ടിവിറ്റി ആയിട്ട് തന്നിട്ടുണ്ട് ഫംഗ്ഷൻ. എന്നിട്ട് നമുക്ക് കറക്റ്റ് ഇതിൻ്റെ പകുതി കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അതൊക്കെ നിങ്ങൾക്കുള്ള പണി. അടുത്തും കൂടെ ജസ്റ്റ് മോഡ് സൈൻ എക്സ് കൂടെ ഒന്ന് കാണിക്കാം. മോഡ് സൈൻ എക്സിന് ശ്രദ്ധിക്കുക, ABS ആണോ? അതെ, ABSൻ്റെ അകത്ത് സൈൻ എക്സ് എൻ്റർ കൊടുത്തു. ഓക്കെ, ഗ്രാഫിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സാധാ സൈൻ എക്സ് അല്ല, മോഡ് സൈൻ എക്സാണ്. ഇതിന് എങ്ങനെ ഇപ്പോൾ ഡൊമൈൻ റെസ്ട്രിക്റ്റ് ചെയ്യുക? ഇവിടെ പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, എന്തായാലും ഞാൻ കാണിച്ചു തരാം. ഇതിൽ വാല്യൂ നമുക്ക് ആദ്യം നമ്മുടെ കയ്യിലിപ്പോൾ ഉള്ളത് ഈ ഫംഗ്ഷൻ എന്താ, F R to R f(x) എന്താണ്, മോഡ് സൈൻ എക്സ്. ഇതാണ് ഇപ്പോൾ ഉള്ള കയ്യിലുള്ളത്. ഒന്ന് വേണമെങ്കിൽ നോക്കി. അത് 1 1 ആണോ 1 2 ആണോ? 1 1 അല്ല, 1 2 അല്ല. മേലേക്കൊന്നും വാല്യൂസ് ഇല്ല, താഴത്തേക്കും വാല്യൂസ് ഇല്ല. ഇതിൻ്റെ ഇടയിലുള്ളതിനാണെങ്കിൽ റിപ്പീറ്റേഷൻ ഉണ്ടായിരുന്നു. ഈ വാല്യൂ തന്നെ ഇപ്പുറത്തൊക്കെ വന്നില്ലേ. ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഒരുപാട് തവണ മീറ്റ് ചെയ്യും. സോ എങ്ങനെ റേഞ്ച് നോക്കാം. ആദ്യം റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ 1 2 ആക്കൽ എളുപ്പം. റേഞ്ച് ഏറ്റവും മിനിമം വാല്യൂ എന്താടാ? 0ൻ്റെ താഴത്തേക്ക് ഗ്രാഫ് വന്നിട്ടേ ഇല്ലല്ലോ. ഇപ്പോൾ 0 മിനിമം, മാക്സിമം എത്രയാണ്? 1ൻ്റെ മേലേക്ക് പോയിട്ടുമില്ല. കണ്ടോ, ഗ്രാഫ് ഇതുവരെ വന്നിട്ട് പിന്നെ താഴത്തേക്ക് തന്നെ അല്ലേ. അപ്പോൾ ക്ലോസ് ഇൻ്റർവൽ 0 1 ആണ് എന്ത് റേഞ്ച്. അപ്പോൾ നമുക്ക് F ഡൊമൈൻ അവിടെ നിൽക്കട്ടെ. റേഞ്ച് എത്ര വരെ മതി? ക്ലോസ് ഇൻ്റർവൽ 0 1 മതി. ഫംഗ്ഷൻ f(x) = മോഡ് സൈൻ എക്സ് തന്നെ മതി. ഓൾറെഡി എൻ്റെ കൈയിഷ്ടം അത്ര പോരാ, അതിൻ്റെ ഒപ്പം ഞാൻ ഇതിങ്ങനെ ഇവിടെ വെച്ചിട്ടാണ് എഴുതുന്നത്. അപ്പോൾ വായിക്കാൻ കിട്ടുന്നുണ്ടെന്ന് എഴുതണം. ഇനി ഡൊമൈൻ എങ്ങനെ കട്ട് ചെയ്യാം? ഡൊമൈൻ കട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാല്യൂസ് എത്രയാടാ വരുന്നത്? 0 മുതൽ 1 വരെ മതി. ശരിക്കും ഈ ഒരു കഷ്ണം മാത്രം പോരെ. 0 മുതൽ 1 വരെ നിങ്ങൾ പലരും കരുതുന്നുണ്ടാവും അതെ ഇത് റാ പോലെ എങ്ങനെ പോവുകയാണ്. അപ്പോൾ ഒരു റാ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ഒരു റാ മുഴുവൻ എടുത്തു കഴിഞ്ഞാലും വാല്യൂസ് റിപ്പീറ്റ് ചെയ്യും. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യട്ടോ, ഈ ഒരു കഷ്ണമാണ് ഞാൻ എടുത്തത് എന്നുള്ളത്. എന്നിട്ട് ഒരു ലൈൻ വരച്ചു തരുക. അപ്പോൾ രണ്ടുമാണ് മീറ്റ് ചെയ്യൂലേ. ഇവിടെയും തട്ടും, ഇവിടെയും തട്ടും. ഒരു റാ മൊത്തം വേണ്ട, 0 മുതൽ 1 വരെ ഒരേ ഒരു തവണ വന്നാൽ മതി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 0 മുതൽ 1 വരെ, അതായത് ഇവിടം വരെ മതി. ഓക്കെ, അതായത് 1 എപ്പോഴാണ് കിട്ടുക? നിങ്ങൾ സൂം ചെയ്താൽ പലർക്കും തോന്നും 1.5 1.5 1.5 ഇതേ ഇവിടെ ഉണ്ട്. അതെ 1.5 ഇതേ 1.5 അല്ല, ഇതിൻ്റെ അപ്പുറത്താണ് മാക്സിമം 1 കിട്ടുന്നത്. 1.6ൻ്റെ അടുത്താണ്. എവിടേക്കാണ് വാല്യൂ പോകുന്നത്? 1.57 എന്നൊക്കെ പറയാം. അതേ വേറെ എങ്ങോട്ടും അല്ല, പൈ ആണ് വാല്യൂ. സൈനൊക്കെ നമ്മൾ പൈ 2πയിലൊക്കെ അല്ലേ ഡിഫൈൻ ചെയ്യുക. അതായത് 0 മുതൽ പൈ ആകുമ്പോഴേക്ക് തന്നെ മോഡ് സൈൻ എക്സിന് 0 മുതൽ 1 വരെ വാല്യൂസ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടത് 0 മുതൽ പൈ വരെ മതി. പിന്നെയൊക്കെ വന്ന വാല്യൂസ് തന്നെ, പിന്നെ 1ലെത്തിയ പിന്നെയും കുറഞ്ഞ് 0ലേക്ക് എത്തും, പിന്നെയും 1 വരെ. അപ്പോൾ 0 മുതൽ പൈ വരെയാണ് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടത്. F(0π) ഇതാണ് മോഡ് സൈൻ എക്സിൻ്റെ റെസ്ട്രിക്ഷൻ. ഓക്കെ, നിങ്ങൾ പ്രീവിയസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിലും കുറച്ചും കൂടെ ഹാർഡായിട്ടുള്ള sin 3x ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തന്നെ വേണം. അപ്പോൾ റെസ്ട്രിക്ഷൻ നമുക്കൊന്ന് കൊടുത്തു നോക്കാം. ഇപ്പോൾ പൈ എങ്ങനെ ടൈപ്പ് ചെയ്യുന്ന സംശയമുള്ളവരൊക്കെ ഉണ്ടാവും, അത് ഞാൻ ശരിയാക്കി തരാം. ഈ ഫങ്ഷൻ ബ്രാക്കറ്റിൽ ഫങ്ഷൻ്റെ പേരാദ്യം F, ഇനീഷ്യൽ വാല്യൂ 0, ഫൈനൽ വാല്യൂ പൈക്ക് PI എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഞാൻ എൻ്റർ കൊടുക്കുന്നു. ഓ സോറി, ഞാനീ പറഞ്ഞതിലൊരു അബദ്ധം ഉണ്ട് കേട്ടോ. അതിപ്പോൾ കൊടുത്തിട്ട് പറയാം, പലർക്കും മനസ്സിലായിട്ടുണ്ടാവും. ചെയ്യരുതെന്ന് പറഞ്ഞാണ് കിട്ടിയിട്ടുള്ളത്. അതായത് ഞാൻ ഡൊമൈൻ റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് ഞാൻ വേണമെങ്കിൽ പഴയത് ഹൈഡ് ചെയ്ത് വെച്ചാൽ എനിക്ക് ആ റാ ആണ് കിട്ടിയത്. എന്തുകൊണ്ടാണ് കിട്ടിയത്? പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.14 ഇത് π/2 അല്ലേടാ. 1.57 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈ മൊത്തത്തിൽ വേണ്ട, അപ്പോൾ π/2 മതി. ഇപ്പോൾ കൊടുത്തത് ശരിയായില്ല. വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ എഡിറ്റ് ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല, നിങ്ങളുടെ കൺഫ്യൂഷനായി പോകും. അപ്പോൾ ബാക്ക് അടിക്കുക, എന്നിട്ട് അവിടെ by2 കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ബൈ ചിഹ്നം ഇട്ടപ്പോൾ തന്നെ അങ്ങനെ വന്നു. by2 കൊടുത്തിട്ട് എൻ്റർ കൊടുത്താൽ അത് പകുതിയായി മുറിഞ്ഞു. അല്ല, നിങ്ങൾക്ക് ബാക്കിലേക്ക് തന്നെ പോയിട്ട് PI എന്ന് ടൈപ്പ് ചെയ്തില്ലേ, അതിൻ്റെ കൂടെ ഒരു by2 കൂടെ കൊടുത്തു കഴിഞ്ഞാൽ സാധാ ടൈപ്പ് ചെയ്യുന്ന പോലെ തന്നെ അപ്പോൾ അങ്ങനെ വരും. അങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതിയതിൽ മിസ്റ്റേക്ക് ഉണ്ട്. അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഈ സാറെന്തേ കാണിക്കുന്നതാണ്. അപ്പോൾ ഓക്കെ, 0 മുതൽ π/2 വരെ.
അപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് ചെയ്ത് നോക്കുക. വേറെ ഏതെങ്കിലും എടുക്കാൻ പറ്റുമോ, ഇതിൽ വേറെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, വേറെ ഏതെങ്കിലും ഡൊമൈനിൽ നമുക്ക് ഇങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 ആവുമോ ചോദിച്ചു കഴിഞ്ഞാൽ ആവും. π/2 മുതൽ എന്ത് എടുത്താൽ മതി, പൈ വരെ എടുത്താൽ മതി, അല്ലെങ്കിൽ പൈ മുതൽ 3π/2 വരെ എടുത്താൽ മതി. അപ്പോൾ അടുത്ത കർവുകൾ അങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതും ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. വേറെ ഏതെങ്കിലും ഡൊമൈൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ, ഇതൊക്കെ മെയിൻ എക്സാമിന് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഡൊമൈന് മാത്രമൊന്നല്ല, π/2 മുതൽ പൈ വരെ എടുത്താലും ഓക്കെയാണ്, പൈ മുതൽ 3π/2 വരെ എടുത്താലും ഓക്കെയാണ്. അപ്പോൾ ഇതാണ് ആക്ടിവിറ്റി 18.3 കംപ്ലീറ്റ് ആയി. അപ്പോൾ ലാബ് 18 വലിയൊരു പണിയില്ല, കാരണം ലാബ് 19 കുറച്ച് പണിയാണ്. അപ്പോൾ ഇത് ക്ലിയർ ആയവർക്ക് അടുത്ത് ക്ലിയർ ആവുള്ളൂ. അടുത്ത ഇൻവേർട്ടിബിൾ ഫങ്ഷൻസ് ആണ്. അപ്പോൾ ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യാം.